ഇന്ന് നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്ന സ്റ്റിച്ച് ബട്ടർഫ്ലൈ സ്റ്റിച്ചാണ് കേട്ടോ കാണിക്കുന്നത്. ബട്ടർഫ്ലൈന് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അതിന് കാണാൻ നല്ല ഭംഗിയല്ലേ? അതേപോലെ തന്നെയാണ് കേട്ടോ ഈ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനും. അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് എപ്പോഴും 2 കളറ് ത്രെഡ് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ആര്യ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 2 കളറായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പുതിയ കൂട്ടുകാരൊക്കെയാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്കിഷ്ടമുള്ള ഏത് ഡിസൈനിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊരു റൗണ്ടിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നേക്കാൾ മുമ്പാട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ റൗണ്ട് വരച്ചിട്ടില്ലേ അതിൻ്റെ ബോർഡറായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതേ ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ചെറിയൊരു ലോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം പുതിയ താഴത്തുനിന്ന് എടുക്കാം കേട്ടോ. എടുത്തു കഴിഞ്ഞിട്ട് ചെയിൻ സ്റ്റിച്ച് മൊത്തമായി ചെയ്ത് ആ റൗണ്ട് ഫില്ല് ചെയ്തെടുക്കുക. ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ആദ്യം വിട്ടിട്ടുള്ള വീഡിയോയിലൊക്കെ നമ്മളെങ്ങനെ ഇത് ചെയ്യണേന്ന് കറക്റ്റ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ റൗണ്ട് നമ്മൾ മുഴുവനായി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ രീതിക്ക് തന്നെ രണ്ടാമത്തെ റൗണ്ടും ഫുള്ളായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ബട്ടർഫ്ലൈ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഏതെങ്കിലും ചുരിദാറിൻ്റെ നെക്കിലും കൈയിൻ്റെ തെറ്റത്ത് അതുപോലെ തന്നെ ഷാളിൻ്റെ തെറ്റുണ്ടല്ലോ ബോർഡറായിട്ടായാലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. 2 റൗണ്ടിൻ്റെയും അരികുവശം ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേട്ട ഇവിടെ കുറച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുക്കണം. അപ്പോഴാണ് കേട്ടോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഭംഗി മനസ്സിലാവുക. അപ്പോൾ നമ്മൾ എവിടെയാണോ ചെയ്യുന്നത് കഴുത്തിൻ്റെ നെക്കിലാണെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് കംപ്ലീറ്റ് ആക്കി എടുക്കുക. അപ്പോൾ അത് നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ നമ്മളിത് എങ്ങനെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ഒരു അരഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ കറക്റ്റ് നീളത്തിലോ ചതുരത്തിലോ ഏതൊരു ഷേപ്പിൻ്റെ ഉള്ളിൽ ചെയ്യുകയാണെങ്കിലും ഒരു അരഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് വേണം കേട്ടോ തുടങ്ങാൻ. അപ്പോൾ ഇതേ രീതിക്ക് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ആദ്യം സ്റ്റിച്ച് എടുക്കുക കേട്ടോ. പിന്നെ അവിടെ നിന്ന് അതിൻ്റെ കൂടെ ചെറിയൊരു സ്റ്റിച്ചും കൂടി എടുത്തതിന് ശേഷം നേരെ താഴോട്ട് ആണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് അടുത്തത് എടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിക്ക് കേട്ടോ വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന പോലെ മേലെന്ന് താഴത്ത് എടുക്കുക. അവിടെ നിന്ന് ഒരു സ്റ്റിച്ച് എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ നമ്മൾ ആദ്യം സ്റ്റിച്ച് എടുത്തതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിലേക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം മേലത്തെ വശത്ത് നമ്മൾ നേരെ ഇപ്പുറത്തെ സൈഡിലേക്കാണെങ്കിൽ താഴത്തെ സൈഡിലതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പുറത്തെ സൈഡിലേക്കാണ് കേട്ടോ സ്റ്റിച്ച് വരുന്നത്. നമ്മുടെ വീഡിയോയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ എടുക്കുന്നത് നോക്കിയാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ള 2 വര അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴാണ് കേട്ടോ അത് ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിൽ കിട്ടുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും ചെയ്യും. അത്യാവശ്യം നമുക്ക് ചെയ്യാനും നല്ല എളുപ്പമുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആദ്യത്തെ ഒരെണ്ണം ചെയ്തെടുക്കാനാണ് കേട്ടോ നമുക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുക. പിന്നെ നമ്മൾ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് തൊട്ടിട്ട് കറക്റ്റ് നല്ല ഭംഗിക്കും അത് നല്ല രീതിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റിച്ച്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ടില്ലേ അതിന് പകരം നമുക്ക് ഷുഗർ ബീഡ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടാവും. അതൊക്കെ നമ്മുടെ ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡ്രസ്സിൽ ചെയ്യുമ്പോഴേ അപ്പോൾ ഷുഗർ ബീഡ് വേണമെങ്കിൽ അത് വെക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. അപ്പോൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മളതിനൊരു ബോർഡർ വേണം കേട്ടോ. ഇതുപോലെ ഒരു ബോർഡർ കൊടുത്താൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന ഈ ഒരു സ്റ്റിച്ചിനെ എടുത്ത് കാണിക്കുള്ളൂ ഡ്രസ്സിൽ. 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ നടുവശത്ത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആകുമ്പോഴാണ് കേട്ടോ ഒരു ബട്ടർഫ്ലൈ സ്റ്റിച്ച് ഫുള്ളാവുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അവിടെ അവസാനിച്ച് കഴിയുമ്പോൾ അടുത്തത് നമ്മൾ അവിടെ നിന്ന് തൊട്ടിപ്പുറത്ത് വരച്ചതിൻ്റെ താഴ്വശത്തേക്കാണ് കേട്ടോ എടുക്കുന്നത്. ഇതേ രീതിക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ വരകളിലും നമ്മൾ ചെയ്തെടുത്ത് കഴിയുമ്പോഴാണ് കേട്ടോ ഇതേ രീതിക്ക് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള കിട്ടുന്നത്. ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് അളവെടുത്തിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തിലായ കാരണം ട്രേസ് എടുക്കേണ്ട കാര്യത്തിൽ ഞാൻ നേരിട്ടിട്ട് പടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നേരിട്ട് ചെറുതായിട്ട് വരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഈ റൗണ്ട് ആയാലും ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് പെൻസിൽ വെച്ച് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പരമാവധി കറക്റ്റ് ഒരു അളവ് വെച്ചിട്ട് ഒരു വളയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് റൗണ്ടിലാണ് നിങ്ങൾക്ക് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ നോക്കാം കേട്ടോ.
ബട്ടർഫ്ലൈ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലേ നമുക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. നമ്മൾ എംബ്രോയ്ഡറി ത്രെഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ നമ്മൾ ബോർഡർ ചെയ്ത കളർ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു 5 എണ്ണമൊക്കെ ആക്കി എടുത്തിട്ട് അതിന് മടക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ഇത്രയ്ക്ക് വീതി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് 3 4 എത്ര ലെയർ വേണമെങ്കിൽ എടുക്കാം, അതിനെ നടുവും മടക്കാം. അപ്പോൾ അതിൻ്റെ ഇരട്ടിയായി കിട്ടും. അപ്പോൾ ഇതേ രീതിക്ക് എന്നിട്ട് താഴത്തുനിന്ന് നീഡിലെടുത്തതിന് ശേഷം അപ്പോൾ നമ്മൾ ചെയ്ത സ്റ്റിച്ചിൻ്റെ നടുവശത്ത് തൊട്ടിപ്പുറത്തെ സൈഡിൽ നിന്ന് കുത്തി താഴോട്ട് ഇറക്കാം കേട്ടോ. അങ്ങനെ അതിന് ഒരു 2 3 വട്ടം നമുക്ക് അങ്ങനെ എടുക്കാം, എത്ര കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതേ രീതിക്ക് ഇതിലെ കംപ്ലീറ്റും എല്ലാ ബട്ടർഫ്ലൈനെ ചെയ്തതിലും നമ്മൾ ചെയ്തെടുക്കണം. നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ള ബട്ടർഫ്ലൈ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതും നമുക്ക് പല കളർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഏത് ഡ്രസ്സിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കളറ് അതിന് മേച്ചായിട്ട് നിൽക്കുന്ന കളറ് നമുക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് വേറൊരു ഭംഗിയാണ് കേട്ടോ, അങ്ങനെ പല കളറായിട്ട് ചെയ്യുമ്പോൾ. നമ്മുടെ ബട്ടർഫ്ലൈ സ്റ്റിച്ചിൻ്റെ എല്ലാത്തിൻ്റെയും നടുവശത്ത് ഇതുപോലെ ലോക്കിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ കാണാൻ നല്ല രസമായിരുന്നേ. അപ്പോൾ നല്ല നേരിട്ട് കാണുന്ന ടൈമിലേ ഇത് നല്ലൊരു ഗ്ലേസിങ് ആണ് കേട്ടോ. നമ്മുടെ അരി ത്രെഡ് വെച്ചിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നല്ല ഡ്രസ്സിലൊക്കെ വരുന്ന സമയത്ത് നല്ല ഭംഗിയാട്ടോ അത് കാണാനായിട്ട്. ബട്ടർഫ്ലൈ സ്റ്റിച്ച് കുറച്ചും കൂടി വേഗത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെയുള്ള ഒരു ബ്ലാക്ക് തുണിയിൽ കാണിച്ചത്. അപ്പം മെറ്റീരിയലിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിക്ക് കാണിച്ച് തന്നത്. ഇനി നമുക്ക് നമ്മുടെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ അതിൻ്റെ നടുവശത്ത് കുറച്ച് ചെറിയ ഗ്യാപ്പുകൾ വരും കേട്ടോ. ആ ഗ്യാപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള സ്റ്റോണുകൾ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ തരത്തിലുള്ള ഒരു സ്റ്റോണാണ് കേട്ടോ ഇരുന്നിരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാണാൻ നല്ല ഭംഗിയുള്ള ടൈപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പശയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേ രീതിക്ക് പശ വെക്കുന്ന സമയത്ത് അതിൽ തന്നെ ഒന്ന് കുത്തി ചരിച്ചെടുക്കാം കേട്ടോ. ചരിച്ചെടുക്കുന്ന സമയത്തേ നമ്മുടെ തുണിയിലേക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ പശ വലിഞ്ഞ് ഒരു പാട് പോലെ വരില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പശ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യരുത് കേട്ടോ. വേഗം വെച്ച് കൊടുക്കണം. ഈ പശ പെട്ടെന്ന് തന്നെ ഒട്ടുന്ന ഒരു തരത്തിലുള്ള പശയാണ്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിക്ക് നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ഈ ബട്ടർഫ്ലൈ സ്റ്റിച്ച്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.